പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായേക്കാവുന്ന ഒരു വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ 2001 സമാനമായ ഒരു തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. അന്ന് കഴക്കൂട്ടത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വഹീദും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളായി 40 പേരുമാണ് നിയമസഭയിലെത്തിയത്. അന്നത്തേതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോകാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രക്ഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്തായിരുന്നു പ്രതീക്ഷയുടെ അടിസ്ഥാനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 നേതാക്കളുടെ നേതൃത്വത്തിൽ ജോസ് കെ മാണിയുടെയും അതുപോലെ തന്നെ ബിനോയ് വിശ്വത്തിൻ്റെയും സഖാവ് എം വി ഗോവിന്ദൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന മേഖലാ ജാഥകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കും പാർട്ടി അംഗങ്ങൾക്കുമെല്ലാം ഒരു ഉണർവ് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ജാഥയോടുള്ള ജനങ്ങളുടെ പ്രതികരണം വളരെ ഒരു തണുത്ത പ്രതികരണം, ഒരു ഫ്രോസൺ റെസ്പോൺസാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അവർക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിൽ നടത്തിയ മറ്റ് പല പദ്ധതികളും പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ മേഖലാ ജാഥകൾ പുരോഗമിക്കവേ തന്നെയാണ് കോടതിയിൽ നിന്നും നവകേരള സർവേക്കെതിരെയുള്ള പരാമർശമുണ്ടായത്. ഈ ജാഥകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ഈ ജാഥകൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കാൻ ശ്രമിച്ച PR വർക്കുകൾ പാളിപ്പോയതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കരുതിയിരുന്നത് ആലപ്പുഴ, കൊല്ലം, അതുപോലെ തിരുവനന്തപുരം, പാലക്കാട് പോലെയുള്ള ജില്ലകളിലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നായിരുന്നു. പക്ഷേ CPM-നെയും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാർ പോലും അവരിപ്പോഴുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ തുടർന്ന് മത്സരിച്ചാൽ വലിയ തിരിച്ചടി നേരിടുമെന്നാണ് കരുതിയിരുന്നത്. അതിനിടയിൽ സൂചിപ്പിക്കാമെന്നൊരു കാര്യം, 2 ഘടകങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലവിലുള്ളത്. അതിലൊന്ന് ഉണ്ടാകുമെന്ന് കരുതിയത് ഈ മേഖലാ ജാഥകളാണ്. മറ്റൊന്ന് 2011 മുമ്പ് നടന്ന ഡീലിമിറ്റേഷനെ തുടർന്ന് പല മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാവുന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പിന്നെ സിറ്റിംഗ് MLA-മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നവർ പോപ്പുലറായ ഇടങ്ങളിൽ അത്തരം MLA-മാർ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. ഇപ്പോൾ സിറ്റിംഗ് MLA-മാർ തന്നെ ആവണമെന്നില്ല, പല പ്രമുഖരും മുമ്പ് MLA-മാരായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന പലരും തിരിച്ചു വന്നേക്കുമെന്ന് കരുതുന്നുണ്ട്. അത് കോഴിക്കോട് നോർത്തിൽ പ്രദീപ് കുമാറും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് G സുധാകരനുമൊക്കെ അങ്ങനെ മത്സരിക്കാൻ സാധ്യതയുള്ളവരാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തൃത്താലയിൽ VT ബൽറാം മത്സരിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി നേരിടും. കൊട്ടാരക്കരയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഐഷ പോറ്റി മത്സരിക്കാൻ എത്തിയേക്കും. അതുപോലെ ഇരിങ്ങാലക്കുടയിൽ സഖാവ് ബിന്ദു മത്സരിക്കാൻ എത്തിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഒരിടത്തും തന്നെ വീണ ജോർജിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ MP രാജേഷും നമ്മുടെ KN ബാലഗോപാലും ഉൾപ്പെടെ വനിതാ സഖാക്കളായ നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണ്. ഇടുക്കിയിൽ CPI-യുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള വടംവലികൾ കാരണമായി റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. ഇത്തരം കാര്യങ്ങൾ കുറേ കാലമായി ഇങ്ങനെ അവതരിപ്പിക്കാതിരുന്നത് നമ്മുടെ അനാലിസിസ് ഒരു ഇമ്പാർഷ്യൽ അനാലിസിസ് ആകണമല്ലോ എന്ന് കരുതി കൂട്ടുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതികൂലമാണ്.
സാഹചര്യങ്ങളെ അനുകൂലമാക്കാമെന്ന് അവർ കരുതിയിരുന്ന ഘടകങ്ങളും അങ്ങനെ സ്വാഭാവികമായി അനുകൂലമായി ഭവിക്കേണ്ട ഘടകങ്ങളും അവർക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. നന്ദി, നമസ്കാരം.